ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു another വ്ലോഗ്. നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ സ്വന്തം ബുള്ളറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ന്യൂ ഇയർ ആയിട്ട് 2025 നമ്മുടെ ഫസ്റ്റത്തെ വ്ലോഗാണ് നമ്മുടെ ബുള്ളറ്റായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇങ്ങനെ തുടങ്ങാമെന്ന് വെച്ചു. ഇതിന് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ 2024 ഞാൻ എന്തൊക്കെ നേടി അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു അത് ഒരു കുഞ്ഞൊരു വ്ലോഗായിട്ട് എനിക്ക് പറയണമെന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ കാരണത്താലാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയതും ഇതുവരെ എത്തിപ്പറ്റിയതൊക്കെ. അപ്പോൾ നിങ്ങളോട് എന്തൊക്കെ ഉണ്ടായെന്നുള്ളത് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ കുറേ നാളായി ഞാൻ ഈ ബൈക്ക് എടുത്തിട്ട് കുറേ നാളായി ഓടിക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഓടിക്കാറില്ല, ക്ലീൻ ചെയ്ത് വയ്ക്കും, ബട്ട് യൂസിങ് കുറവായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വണ്ടി കാണുന്നതിൻ്റെ സന്തോഷവും നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. വണ്ടി ഇപ്പോഴും പൊന്നു പോലെ നോക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് വണ്ടിയിലിരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ വൈറ്റ് കളറായ കാരണം ചെറിയ രീതിയിൽ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും നീ ചെയ്തു തുടങ്ങണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് ഡീകംപ്രഷൻ. ഈ ഒരു സൗണ്ടിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, നമുക്ക് പോവാം. ഫസ്റ്റ് ഇട്ടു. യെസ്, നമുക്ക് എന്തായാലും ഒരു നല്ല റോട്ട് ചെയ്തിട്ട് കാണാം. അപ്പം നമ്മൾ നല്ലൊരു റോട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. 2024 ഞാൻ എന്തൊക്കെ നേടി, അല്ലെങ്കിൽ യൂട്യൂബ് കൊണ്ട് ഞാൻ 2024 എന്തൊക്കെ നേടി എന്നുള്ളതിൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 2024 എനിക്ക് കൊണ്ടുവന്നുള്ളതാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്തൊക്കെ വാങ്ങി എന്നാലോചിക്കാം. സബായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാം. ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡ്രീം ക്യാമറ സെറ്റപ്പ് അല്ലെങ്കിൽ മോട്ടോ വ്ളോഗിങ് ക്യാമറ സെറ്റപ്പ് ഞാൻ സ്വന്തമാക്കി. ഏതൊരു മോട്ടോ വ്ളോഗറിനാണെങ്കിലും അവരുടെ ഡ്രീം പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഹെൽമെറ്റും ക്യാമറ ഈ ഒരു യൂണിറ്റിൽ വീഡിയോ എടുക്കണമെന്നായിരിക്കും. അത് ഞാൻ അച്ചീവ് ചെയ്തു. പിന്നെ പതുക്കെ ഞാൻ എഡിറ്റിംഗ് ഫീൽഡിലേക്ക് കയറിയപ്പോൾ പതുക്കെ ഞാൻ എൻ്റെ ഐഫോൺ വാങ്ങി. ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് യു ഗായ്സ്, നിങ്ങളില്ലെങ്കിൽ ഞാൻ ഈ ഒരു ഒറ്റ സാധനം പോലും ഞാൻ വാങ്ങില്ലായിരുന്നു. ഈ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും ഒന്നും ഞാൻ വാങ്ങില്ലായിരുന്നു. അടുത്ത ചാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇതൊക്കെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നല്ല ഞാൻ നേടിയിട്ടുള്ള. ഭൂരിഭാഗം ആൾക്കാരാണ് ചോദിക്കുന്നത്, ഭൂരിഭാഗം ആൾക്കാർ ഐഫോണൊക്കെ എടുത്തപ്പോൾ യൂട്യൂബിൽ നിന്ന് ഭയങ്കര റവന്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് നല്ല റവന്യൂ കിട്ടിയിട്ടുള്ള, യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാനായിട്ടുള്ള മോണിറ്റൈസേഷൻ പരിപാടിയൊന്നും എനിക്ക് ആയിട്ടില്ല. പറഞ്ഞത് ശരിയാണോ ഒന്നും കൂടി എനിക്കറിയില്ല. ആ സംഭവമൊന്നും എനിക്ക് ആയിട്ടില്ല. എനിക്കിപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സാണ്. എൻ്റെ ഒരു കുഞ്ഞ ഫാമിലിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രീം ക്യാമറ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാർട്ട് ടൈം വർക്കിനൊക്കെ പോയിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ സെറ്റപ്പൊക്കെ സ്വന്തമാക്കിയത്. ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും എൻ്റെ സ്വന്തം ഐഫോൺ ആണെങ്കിലും എല്ലാം സ്വന്തമാക്കിയത് EMIയിലൂടെയാണ്. ഒരാളും വിചാരിക്കേണ്ട ഞാൻ വലിയ കാശുകാരനാണെന്നുള്ളത്. EMIയിലൂടെയാണ് ഞാൻ ഈ 2 സാധനങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹം പൂട്ടി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ആ സാധനം നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ എത്തിയിരിക്കും. ബിക്കോസ് ഐഫോൺ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ച സാധനമല്ല ഞാൻ. എന്ന് വെച്ചാൽ ഞാൻ പറയാം ഐഫോൺ ഇപ്പോൾ മേടിക്കും എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ഡയലോഗായിരുന്നത്. ബട്ട് ഇപ്പോൾ ഐഫോൺ ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ ആഗ്രഹിച്ചൊരു മുതലാണ്. അൺഎക്സ്പെക്റ്റഡ്ലി വന്നൊരു ഐഫോണാണിത്, അല്ലെങ്കിൽ ഒരു മൊബൈലായിരുന്നു. പിന്നെ വേറൊരു കാര്യം, അല്ലെങ്കിൽ അടുത്തൊരു ചാപ്റ്റർ പറയുകയാണെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ്, പോസിറ്റീവ് കമൻറ്റ്സ് ഇതൊക്കെ വരുന്നുണ്ട്. ഇതിലേറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മിക്ക യൂട്യൂബേഴ്സിൻ്റെ ഭയങ്കര ഫാനാണ്. ഒരു ഇപ്പം പറയുകയാണെങ്കിൽ ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സ്ട്രൽ എന്ന് പറഞ്ഞ ആളുടെ അരുൺ സ്മോക്കി വാട്ട് ദ ഹെക്ക് അപ്പോൾ കൊച്ചി മച്ചാൻ്റെയൊക്കെ കടുത്ത ആരാധകനൊക്കെയാണ് ഞാൻ. കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ ഭയങ്കര ഫാനാണ്, പ്രത്യേകിച്ച് ഈ 3-4 പേര്. പിന്നെ മല്ലു ട്രാവലർ. അപ്പോൾ ഇവരുടെയൊക്കെ ഭയങ്കര ഫാനും ഇവരുടെ വീഡിയോസ് ഓവറായിട്ട് കണ്ട് ഇവരുടെ പോലെ സംസാരിക്കുന്ന പരിപാടി എനിക്കുണ്ട്. അത് എനിക്ക് ഭൂരിഭാഗം ആൾക്കാർ എന്നോട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബ്രോ സംസാരിക്കുമ്പോൾ സ്ട്രല്ലിൻ്റെ പോലും ഇവരുടെ പോലെയൊക്കെ വരുന്നുണ്ട്. അത് പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സ് ആയാലും കമൻറ്റ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഈ കമൻറ്റ് ബോക്സിലായാലും എനിക്ക് ഈ കമൻറ്റ്സ് വരും. അത് ഭയങ്കര
യൂഷ്വലാണ് വെച്ചാൽ ഞാൻ ഈ മോട്ടോ വ്ളോഗിങ് വീഡിയോസ് എനിക്ക് ആഗ്രഹം മൂത്ത് കാണുമ്പോൾ മിക്കതും ഇവരുടെ 4 പേരെയാണ് ഞാൻ കൂടുതൽ കാണാറ്. അപ്പോൾ അവരെങ്ങനെ സംസാരിക്കണോ അതുപോലെ ഞാൻ അറിയാണ്ട് സംസാരിച്ച് പോവാണ്. പക്ഷെ അതെനിക്ക് പറയുമ്പോഴും ഞാൻ അങ്ങനെ സംസാരിച്ചോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കാറ്. അത് വേറൊരു പരിപാടി. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് വരൽ കുറവാണ്. വരും ഇപ്പോൾ ഡിഫൻഡർ യെസ്. അപ്പോൾ അത് പോയി. നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ വരാറുണ്ട്. മെയിനായിട്ട് ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് കമൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ല പോസിറ്റീവ് കമൻറ്റ്സാണ്. പോസിറ്റീവ് കമൻറ്റ്സ് എനിക്ക് ചില അറിയാത്ത ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വെച്ചാൽ എങ്ങനെ അവരുടെ ഒരു ഇഷ്ടം എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല രീതിയിലുള്ളൊരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇഷ്ടമാണ് അവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നത്. അത് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ആയിരുന്നു. യൂട്യൂബ് ചെയ്തുകൊണ്ട് എന്താണ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തതാണ്. ബിക്കോസ് യൂട്യൂബ് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതൊന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ ലെവലാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ തന്നെ എടുക്കും ഒരു 1.5-3 മണിക്കൂറൊക്കെ എടുക്കും. ആ 3 മണിക്കൂറിൻ്റെ വീഡിയോ നിങ്ങൾ വെറും കണ്ട് 15 മിനിറ്റ് ആയിരിക്കും. 3.5 മണിക്കൂറിൻ്റെ എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ഡ്യൂറേഷൻ എഡിറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ വെറും 15 മിനിറ്റോ 10 മിനിറ്റോ ഉണ്ടാവുള്ളൂ. ആ 10 മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങളത് കണ്ടിട്ട് ഒരു ലൈക്ക് കമൻറ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ വേറെ ലെവലാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്രേ വേണ്ടു. അതാണ് നമ്മുടെ താല്പര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു എക്സ്ക്ലൂസീവായിട്ടൊരു കാര്യം പറയുകയാണ്. നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കുകയാണെങ്കിൽ നമ്മളൊരു ഗിവ് അവേ നടത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ 1K, ഞാൻ രണ്ടാമത് പറയുകയാണ് 1K എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗംഭീര ഗിവ് അവേ ആയിരിക്കും. നമ്മുടെ കാറും ബൈക്കൊന്നും ആവില്ല, പക്ഷേ നല്ല രീതിയിലുള്ളൊരു ഗിവ് അവേ ആയിരിക്കും. അത് സ്പെഷ്യൽ ആൻഡ് സർപ്രൈസിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ 541. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് 1000 എത്തിക്കുകയാണെങ്കിൽ ഞാൻ ആ മൂമെൻറ്റിൽ നമ്മുടെ ഗിവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം നമ്മൾ ഭൂരിഭാഗം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2024 അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഈ ഒന്നുമില്ലാത്തവിടുന്ന് ഇതുവരെ ഞാൻ എത്തി. ഒരു കൊല്ലത്തോണ്ട് കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ എടുക്കുന്ന ഡിസിഷൻസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ദൈവമേ ഇവിടെയൊക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ വല്ല സർക്കസ് ഓടിക്കണം. നമ്മൾ ആ മൂമെൻറ്റിൽ എടുക്കണ ഒരു ഡിസിഷൻസ് കറക്റ്റായി കഴിഞ്ഞാൽ ഹാപ്പിനെസ്സായി. ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം എനിക്ക് സെയിം ഫീലിംഗ് വന്നിട്ടുണ്ട് യെസ് പറയണം എന്നുള്ളത്. ഫസ്റ്റ് ഹെൽമെറ്റ് എടുക്കുമ്പോൾ ക്യാമറ ആൻഡ് ഐഫോൺ, ഈ 3 സാധനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ 3 ഐറ്റംസ് എടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ വന്ന 3 ചോദ്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഓക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ യെസ് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റിയാക്ഷൻസ്. പിന്നെ ഞാൻ ആലോചിക്കും ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, അപ്പോൾ ഞാൻ യെസ് പറയും. യെസ് ആണെങ്കിൽ അത്രയ്ക്ക് ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൂമെൻറ്റ്സാണ് ഞാനിപ്പോഴും എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 3 ഐറ്റംസിനും എനിക്ക് റിഗ്രറ്റ് ഇല്ല. ബിക്കോസ് ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ 1 ഫ്ലോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല കമൻറ്റ്സ് ബാഡ് കമൻറ്റ്സ് വരും. അതെനിക്കൊരു കുഴപ്പമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 541 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ചാനൽ. എനിക്ക് അവരോട് പറയാനുള്ളൊരു കുഞ്ഞൊരു കഥയാണ് എങ്ങനെയാണ് ഈ വൈബ് വ്ളോഗ്സ് ഈ ഒരു ക്യാമറ സെറ്റപ്പിൽ എത്തിപ്പറ്റിയെന്നുള്ളത്. ഞാൻ പറഞ്ഞത് മറക്കണ്ട, നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ കൊടുക്കുന്നതും റയർ ആൾക്കാരൊക്കെ ആയിരിക്കും, നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാർക്കായിരിക്കും. ആൻഡ് വെയിറ്റ് ഫോർ ഇറ്റ്, ഡു ഇറ്റ് ആൻഡ് സപ്പോർട്ട് അസ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ള. പിന്നെ എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഒരിക്കലും നമുക്കൊരു സാധനം കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും തള്ളി കളയരുത്. നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമിക്കാണ്ട് നമുക്ക് ഒന്നും കിട്ടാതിരിക്കില്ല. നമ്മളൊരു കാര്യത്തിന് പരിശ്രമിച്ച് അതിനെ ഇറങ്ങി പുറപ്പെട്ട നോക്കണ്ട, നമുക്കത് കിട്ടിയിരിക്കും. നമ്മളതിൻ്റെ പിന്നാലെ സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ കിട്ടിയിരിക്കും 100% ഷുവർ. നിങ്ങളുടെ ലൈഫിൽ എന്തും ആയിക്കോട്ടെ, നല്ലൊരു ഡ്രസ്സ് ആയിക്കോട്ടെ, മോസ്റ്റ് എക്സ്പെൻസീവ് ഷൂ ആയിക്കോട്ടെ,
മൊബൈൽ ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കത് വേണം. നിങ്ങൾക്ക് അമിതമായിട്ട് അതിനോട് താല്പര്യമുണ്ടെന്ന് രാത്രി കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും അതിനെ പറ്റിയിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് മേടിക്കുക. തടസ്സങ്ങൾ കുറേ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ തടസ്സങ്ങൾ മറികടന്ന് പോകണം. ആ തടസ്സങ്ങൾ മറികടന്ന് പോകുമ്പോൾ അത് കിട്ടുമ്പോഴുള്ള സുഖം. ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിണ്ടാണ്ടിരിക്കരുത്. ആ തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണം. ആ തടസ്സം എന്താണെന്ന് കണ്ടുപിടിക്കുക, ആ തടസ്സം സോൾവ് ചെയ്യുക ആൻഡ് മേടിക്കുക. എനിക്കിപ്പോഴും, അല്ലെങ്കിൽ ഞാൻ ഈ ഐഫോൺ എടുത്താലും ഹെൽമെറ്റ് എടുത്താലും ഞാൻ ഫസ്റ്റ് മൂവ്മെൻ്റ് ആയാലും ഇത് ഞാൻ മേടിച്ചോ, ഐ കാണ്ട് ഈവൻ ഇമാജിൻ ഈ സാധനം ഞാൻ മേടിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പരിശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, കിട്ടും. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകണ്ട, സാധനം നമ്മുടെ അടുത്തേക്ക് എത്തും. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ജസ്റ്റ് കണക്ട് മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ ചെയ്യാം. ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും, ഉറപ്പാണ്. ആൻഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ. ബൈക്കിനെ ഇഷ്ടപ്പെടുന്നു, ബൈക്കിനെ പ്രാന്തമായിട്ട് കരുതുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് വൈബു സൈനിങ് ഓഫ്. അണ്ടിൽ ദെൻ ബൈ.